Good morning. Once again, welcome back to social science class. Okay, the chapter we are discussing now is the from stone to metal. Last class we have discussed from stone to metal, that is from Stone Age, Paleolithic age, Neolithic age, Chalcolithic age and Bronze Age. And now today we are going to discuss the changes brought about in human life by the invention and use of bronze weapons and tools. Bronze weapons and tools. Changes brought about in human life. അല്ലേ? ഈ ബ്രോൺസ് ഏജിലേക്ക് എത്തുമ്പോൾ, സ്റ്റോൺ ഏജിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വ്യത്യാസം മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വെപ്പൺസിലും ടൂൾസിലും ഒക്കെ ഉണ്ടാകുന്നു. അല്ലേ? കൂടുതൽ കാര്യക്ഷമമായ ടൂൾസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം മനുഷ്യ ജീവിതത്തിലും പടിപടിയായ ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അല്ലേ? മാറ്റങ്ങളുണ്ടാവും. വർഷം കഴിയുന്തോറും ലോകത്ത് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയാവുന്നതാണ്. അല്ലേ? അതുപോലെ ഈ സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്ക്, പ്രത്യേകിച്ച് ബ്രോൺസ് ഏജിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ദി ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ബൈ ദി ഇൻവെൻഷൻ ഓഫ് ദി യൂസ് ആൻഡ് ബ്രോൺസ് വെപ്പൺസ് ആൻഡ് ടൂൾസ് ആർ given. During this period, agriculture improved and resulted in better harvest. Agriculture improved. ടൂൾസ്, മെച്ചപ്പെട്ട ടൂൾസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നാച്ചുറലി ദി ഹാർവസ്റ്റ് ഓൾസോ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആകും. അല്ലെങ്കിൽ അപ്പോൾ കൂടുതൽ ഈൽഡ് കിട്ടും. അല്ലേ? മനുഷ്യൻ ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഈ കാലഘട്ടത്തിലും എന്തായി? കൂടുതൽ അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ചെയ്തു. ആസ് എ പാർട്ട് ഓഫ് ദി ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദി അഗ്രികൾച്ചർ, ദി ഈൽഡ് ഓൾസോ ഇംപ്രൂവ്ഡ്. അല്ലേ? ദി ക്വാണ്ടിറ്റി ഓഫ് ഹാർവെസ്റ്റ് എന്ത് ചെയ്തു? ഇമ്പ്രൂവ് ആയി. അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഈ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് ദി റിവർ വാലീസ് ആൻഡ് ആംബിൾ ഇറിഗേഷൻ ഓൾസോ ഹെൽപ്ഡ് ഇൻ ഇംപ്രൂവിങ് വിത്ത് ദി ഇംപ്രൂവ്ഡ് ടൂൾസ് fertile soil and the irrigation facilities of river valleys, from the river valleys also helped in improving agriculture. The fertile soil in the river valleys and the irrigation facility from the rivers also helped for the improvement of agriculture with what? With the improvement of tools. The improvement of tools. അല്ലേ? ഈ ടൂൾസിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ടൂൾസിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒപ്പം എന്തും കൂടി ഉണ്ടായപ്പോൾ റിവർ വാലീസിലുള്ള വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, അല്ലേ? ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഓൾസോ ദി ഇറിഗേഷൻ ഫെസിലിറ്റി, വെള്ളത്തിൻ്റെ ലഭ്യത, ജലലഭ്യത, കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യതയും കൂടി ആയപ്പോൾ എന്തായി മാറി? കാർഷിക രംഗത്ത് വളരെ വലിയ പുരോഗതി, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ഡെവലപ്മെൻറ്റ് ഈ കാർഷിക രംഗത്ത് ഉണ്ടാകുന്നു. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇൻ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതിനോട് ചുറ്റിപ്പറ്റി കുറേ മേഖല എന്തായി മാറി? ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയ പുതിയ ഏരിയകൾ അല്ലെങ്കിൽ മേഖലകൾ ഉണ്ടാകാൻ തുടങ്ങി. വാട്ട് ചേഞ്ചസ് മൈറ്റ് ഹാവ് ബീൻ ബ്രോട്ട് അബൌട്ട് ബൈ ദി ഇംപ്രൂവ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ? അല്ലേ? ഹിയർ ഇറ്റ്സ് ഗിവൺ ദി സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്. ദി സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്. അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ആദിമ മനുഷ്യൻ എന്ത് ചെയ്തു? ബൈ യൂസിങ് സ്റ്റോൺസ് അവർക്ക് വേണ്ട ഭക്ഷണം എന്ത് ചെയ്തു? ഈ ട്യൂബേഴ്സും അതുപോലെ മീറ്റും കാര്യങ്ങളുമൊക്കെ അന്നക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ടൂൾസ് മെച്ചപ്പെടുന്നു, ടൂൾസ് ഇംപ്രൂവ് ആകുന്നു, ബ്രോൺസിൻ്റെ ടൂൾസുകൾ വരുന്നു. അപ്പോൾ കൂടുതൽ കാർഷിക വൃത്തിയിൽ
മെച്ചപ്പെടുന്നു. ആസ് എ പാർട്ട് ഓഫ് ദിസ് എന്താകുന്നു, ഈൽഡ് ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വിളവെടുപ്പ് അല്ലെങ്കിൽ കിട്ടുന്ന ധാന്യത്തിൻ്റെ അളവ് കൂടി വരുന്നു. സ്വാഭാവികമായിട്ടും അവനവന് അന്നന്ന് ഉപയോഗിക്കാനുള്ള ധാന്യത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പാദനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ തുടങ്ങി. ദ സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് അല്ലേ. ഈ അധികം ഉണ്ടാക്കി വരുന്ന ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മനുഷ്യൻ മാറി. ആസ് എ പാർട്ട് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി അഗ്രികൾച്ചർ എന്താണ് ഒന്നാമത്തെ കാര്യം, ദി സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. In our language we can say the coming of chandas അല്ലേ. ചന്തകൾ ഉണ്ടാകാൻ തുടങ്ങി. എന്താ ചന്ത? ദി ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലേ. ദേ പ്രൊഡ്യൂസ്ഡ്. അവരുണ്ടാക്കിയ ഈ അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ചില പൊതുസ്ഥലങ്ങൾ രൂപപ്പെട്ടു വരാൻ തുടങ്ങി ആസ് എ പാർട്ട് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. Then increase in the production and use of new agricultural tools. Increase in the production and use of new agricultural tools. ചില പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആസ് എ പാർട്ട് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി അഗ്രികൾച്ചർ എന്തായി ഈ കാലഘട്ടത്തിൽ ബ്രോൺസിൻ്റെ വരവോട് കൂടിയിട്ട് മനുഷ്യരാശിയിൽ ഉണ്ടാകുന്നു. As apart from the agriculture, what are the other occupational fields might have developed along with agriculture? ഈ അഗ്രികൾച്ചറിനോട് ഒപ്പം തന്നെ അതല്ലാതെ മറ്റെന്ത് മേഖലകളൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നത്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യൻ തൊഴിൽ ചെയ്തിരുന്നത് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ്? ഫ്രം ദി ഗിവൺ പിക്ചർ we can find out the other occupational fields like the one is given the cattle rearing അല്ലേ. മൃഗങ്ങളെ എന്ത് ചെയ്തിരുന്നു? ഇണക്കി വളർത്തിയിരുന്നു മനുഷ്യർ. അതൊരു തൊഴിലായി സ്വീകരിച്ചിരുന്നു അല്ലേ, കാറ്റിൽ റിയറിങ്. ആൻഡ് മേക്കിംഗ് പോട്ടറി അല്ലേ, കളിമണ്ണ് കൊണ്ട് എന്ത് ചെയ്തിരുന്നു? കളിമൺ പാത്രങ്ങൾ അവർ ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് വൺ ഓഫ് ദി അനദർ ഫീൽഡ് വാസ് ദി മേക്കിംഗ് ഓഫ് ജ്വല്ലറി, മേക്കിംഗ് ഓഫ് ഓർണമെന്റ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ എന്തായി മാറി? വളർന്നു വന്നു അല്ലേ. ആൻഡ് ഇൻ അഡീഷൻ ടു ദി വൺസ് യു ഹാവ് ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് occupational fields developed during this period was brick making, weaving അല്ലേ. ഇതൊക്കെ വളർന്നു വന്നു ഈ കാലഘട്ടത്തിൽ. കൃഷിയുടെ വളർച്ചയോടുകൂടി അഗ്രികൾച്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റോടുകൂടി ഈ എന്തൊക്കെയാണ്? മേക്കിംഗ് ഓഫ് ബ്രിക്സ്, വീവിങ് അല്ലേ, തുണി നെയ്ത്ത്, ദെൻ മേക്കിംഗ് ഓഫ് പോട്ടറി, മേക്കിംഗ് ഓഫ് ഓർണമെൻറ്റ്സ് ആൻഡ് ലൈക്ക് ദി കാറ്റിൽ റിയറിങ്. ഇങ്ങനെയുള്ള ഒരുപാട് ഒക്യുപ്പേഷണൽ ഫീൽഡുകൾ വളർന്നു വന്നു. ആസ് എ പാർട്ട് ഓഫ് ദിസ് എന്ത് സംഭവിക്കും? കുറേ ആൾക്കാർ ചില പ്രത്യേക തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങും. ആ ആൾക്കാർക്ക് എന്തോ ആവശ്യമുണ്ടാകും. അയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അയാൾക്ക് ആവശ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റു ആൾക്കാരുടെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു ആൾക്കാർ ചെയ്യുന്ന തൊഴിലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ചിലപ്പോൾ ഈ ആളുകൾക്ക് ആവശ്യമായിട്ട് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുന്നു. പക്ഷേ നെല്ല് നമ്മൾ കൃഷി ചെയ്യുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ പച്ചക്കറി ഉപയോഗിക്കും. അതോടൊപ്പം അരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങും. നമ്മൾ മത്സ്യം വാങ്ങും അല്ലേ. ഇപ്പം മത്സ്യം ബന്ധനത്തിന് പോകുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ മത്സ്യം ഉണ്ടാകും, മറിച്ച് അരിയോ അല്ലെങ്കിൽ മറ്റു പലവ്യഞ്ജനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളോ. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? വാങ്ങും അല്ലേ. പുറത്തു നിന്നോ കടകളിൽ നിന്നോ മറ്റൊക്കെ വാങ്ങും. ലൈക്ക് ദാറ്റ് ദോസ് ഹൂ വർ എൻഗേജ്ഡ് ഇൻ എ പെർട്ടിക്കുലർ occupation needed the goods produced by others. Like that those who were engaged in a particular occupation in cattle rearing or in agriculture or pottery making or jewelry making, അതിൽ ഏർപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു? they needed the goods produced by others.
അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ദിസ് നീഡ് necessitated the exchange of goods and it created a sense of mutual depending among people. necessitated the exchange of goods. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാവുന്നതും അതിനപ്പുറവും പ്രൊഡ്യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും അല്ലേ? കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ധാന്യങ്ങൾ കൃഷി ചെയ്യും, അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ പോട്ടറി മേക്കിൻ്റെ ആൾക്ക് ധാരാളം പോട്ടറി മേക്ക് അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കും, അല്ലേ? ജ്വല്ലറി ഉണ്ടാക്കുന്ന ആൾക്കാർ ധാരാളം ഈ ഓർണമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ നിന്ന് അധികമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ വിൽക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മറ്റു ഒക്യുപ്പേഷണൽ ഫീൽഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വാങ്ങും. ഇങ്ങനെ ഒരു ടെൻഡൻസി, ഇങ്ങനെ ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങി. ദി നീഡ്നെസ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അതേഴ്സ് നെസസിറ്റേറ്റഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ് ആൻഡ് ദിസ് എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ് ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് എമംഗ് പീപ്പിൾ, അല്ലേ? മനുഷ്യൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണം, അല്ലേ? ഒരു ആശ്രയം, അല്ലേ? ഒരാൾ മറ്റേ ആൾ ആശ്രയിക്കുന്നു, നമുക്ക് വേണ്ട ആവശ്യത്തിന് നമ്മളെ മറ്റു ആൾക്കാർ ആശ്രയിക്കുന്നു. അങ്ങനെ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഈ മനുഷ്യർക്കിടയിൽ, ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു. സർപ്ലസ് പ്രോഡക്ട്സ് വർ എക്സ്പോർട്ടഡ് ടു ഫാർ ഓഫ് പ്ലേസസ്. അതും കൂടി ഉണ്ടാകുന്നു, അല്ലേ? അധികം ഉണ്ടാകുന്ന സാധനങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോലും എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. As a result, both inland and maritime trade flourished in this period. Both inland and maritime trade flourished, അല്ലേ? As a result of the exchange of goods, the both inland and maritime trade flourished, അല്ലേ? നാവിക കച്ചവടവും അല്ലെങ്കിൽ ഈ പറയുന്ന കരമാർഗമുള്ളതും കടൽ മാർഗമുള്ളതുമായിട്ടുള്ള കച്ചവടം എന്ത് ചെയ്തു? കൂടുതൽ മെച്ചപ്പെട്ടു. ആസ് എ പാർട്ട് ഓഫ് ദിസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ആൻഡ് അതിൻ്റെ തുടർന്ന് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൾസോ ഡെവലപ്ഡ്, അല്ലേ? ടു എക്സ്പോർട്ട് ദി ഗുഡ്സ് ആൻഡ് ടു ഇമ്പോർട്ട് ദി ഗുഡ്സ്. ദി ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്തു? ഓൾസോ ഡെവലപ്ഡ് വിത്ത് ദി ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ്. മാരിടൈം ട്രേഡ് ഈ പറയുന്നതോട് കൂടിയിട്ട്, അല്ലേ? എങ്ങനെ മെച്ചപ്പെട്ട് വരുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് പല മേഖലകളും എന്ത് ചെയ്യുന്നു? ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? കർഷകർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൾട്ടിവേഷൻ ഇമ്പ്രൂവ് ആയപ്പോൾ കൂടുതൽ സർപ്ലസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ സർപ്ലസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കൂടുതൽ സ്റ്റോറേജുകൾ വരാൻ തുടങ്ങി. ഇത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പബ്ലിക് പ്ലേസുകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ പല സംഗതികളും മെച്ചപ്പെടും. പല തൊഴിൽ മേഖലകൾ ഉണ്ടാകുന്നു, അല്ലേ? അങ്ങനെ പല തൊഴിലിലും പ്രത്യേകം വിഭാഗങ്ങൾ ഏർപ്പെട്ടപ്പോൾ പലർക്കും മറ്റുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട വീണ്ടും കൂടുതൽ സർപ്ലസ് പ്രോഡക്റ്റുകൾ ഉണ്ടായപ്പോൾ ദൂരെ ദിക്കിലേക്ക് പോലും അത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ദിക്കിലേക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കരനാവിക മാർഗങ്ങളിലൂടെയുള്ള ട്രേഡ് ഫ്ലറിഷ് ആകുന്നു. അങ്ങനെ ഫ്ലറിഷ് ആയപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ദിസ് എന്ത് മെച്ചപ്പെട്ടു? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഓൾസോ ഡെവലപ്ഡ് വിത്ത് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. In course of time, system of administration were formed to regulate these activities. ഇങ്ങനെ കച്ചവടമൊക്കെ മെച്ചപ്പെട്ട് ഇങ്ങനെ വലുതായി വന്നപ്പോൾ ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഒരു ഭരണ സമ്പ്രദായം കൂടി ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഭരണ സമ്പ്രദായം കൂടി ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ദി ഇൻവെൻഷൻ ഓഫ് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് അനദർ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദി ബ്രോൺസ് ഏജ്, അല്ലേ? ഇതൊക്കെ ബ്രോൺസ് ഏജിൽ ഉണ്ടാകുന്ന പടിപടിയായിട്ടുള്ള ഇംപ്രൂവ്മെൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഈ വിത്ത് ദി എബവ് ഇംപ്രൂവ്മെൻറ്റ്സ് ദി ഇൻവെൻഷൻ ഓഫ് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് നമ്മൾ നേരത്തെ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലേ? when we are discussing about prehistoric and historic period, the main difference between this prehistoric and historic period. Historic periodന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് the invention of art of writing, അല്ലേ? Here ഈ invention of art of writing ഏത് സമയത്താണ്?
ബ്രോൺസ് ഏജിൻ്റെ പ്രധാനപ്പെട്ട one of the feature. And with these or the above features, ancient cities developed gradually in various river valleys അല്ലേ. ഈ ഇമ്പ്രൂവ്മെൻറ്റ് എന്തിലേക്ക് നയിച്ചു? ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഈ റിവർ വാലികളിൽ അല്ലേ, നദീതടങ്ങളിൽ വലിയ അല്ലെങ്കിൽ സിറ്റികൾ രൂപപ്പെട്ടു വരുന്നതിലേക്ക് സഹായിച്ചു. ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം ഈ റിവർ വാലികളായതുകൊണ്ട് അങ്ങനെയുള്ള റിവർ വാലികൾ ഇപ്പോൾ കർഷകർക്കും മറ്റൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം എന്ന് പറയുന്നത് റിവർ വാലികളാണ് അല്ലേ, റിവർ വാലികൾ. അപ്പോൾ അങ്ങനെയുള്ള റിവർ വാലികളിൽ വലിയ വലിയ സിറ്റികൾ രൂപപ്പെട്ട് തുടങ്ങാൻ. ദീസ് സിറ്റീസ് ആർ റിഗാർഡഡ് ആസ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. ദീസ് സിറ്റീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്ന സിറ്റികളാണ് ഏതാണ്, എന്തായി പരിഗണിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്തായി അറിയപ്പെടാൻ തുടങ്ങിയത്? ബ്രോൺസ് ഏജ്, സെൻറ്റേഴ്സ് ഓഫ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അല്ലേ. ബ്രോൺസ് ഏജിലെ വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി ദീസ് സിറ്റീസ് വിച്ച് ഡെവലപ്ഡ് ഇൻ റിവർ വാലീസ്. ആൻഡ് the above are the main features of Bronze Age as a part of the development of the agriculture അല്ലേ. ഒരുപാട് തൊഴിൽ മേഖലകൾ അതുമായി ബന്ധപ്പെട്ട് വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ വളർന്നു വന്നിട്ട് എന്തായി മാറി? അവസാനം ഈ പറയുന്ന റിവർ വാലികളിൽ സെൻറ്റേഴ്സ് ഓഫ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ സിറ്റികൾ വളരാൻ തുടങ്ങി, ഉണ്ടാകാൻ തുടങ്ങി അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിറ്റികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. വിവിധ നദിക്കരകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ചില സിറ്റികളും അതിനോടനുബന്ധിച്ച് ആധുനിക കാലത്തെ വളർച്ചയ്ക്ക് തുല്യമായ സമാനമായ രീതിയിലുള്ള ചില ശേഷിപ്പുകളും ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കുക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്, സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വളരെ വേഗം ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലൈസേഷനാണ് ഒന്നാമത്തെ ദി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വിച്ച് ഫ്ലറിഷ്ഡ് ഇൻ ബിറ്റ്വീൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഇറാഖിലെ പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. ഇതിൻ്റെ വാലിയിലാണ് ഈ രണ്ട് നദിക്കരകളിലാണ് ഈ പറഞ്ഞ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത് അല്ലെങ്കിൽ ഉടലെടുത്തത്. ആൻഡ് ദി വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദി ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉണ്ടായത്, സിവിലൈസേഷൻ വളർന്നു വന്നത്. ഈ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വേർഡിൻ്റെ തന്നെ മീനിങ് വരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പേര് തന്നെ ഉത്ഭവിച്ചത്. And the cuneiform script evolved in Mesopotamia, and also the ziggurats are the major remains of the this Mesopotamian civilization. Cuneiform script എന്ന് പറയുന്ന ഒരു ലിപി ഫോം ചെയ്തത് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലാണ്. അതുപോലെ ziggurats ടെമ്പിൾ കോംപ്ലക്സസ്. ദി വാൾ ഓഫ് ദി ziggurats were built burned bricks. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. ഒരു ടെമ്പിൾ കോംപ്ലക്സിനെയാണ് സിഗ്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാളുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചുട്ടെടുത്ത കട്ടകൾ കൊണ്ടാണ്. അതിൻ്റെ വാളുകൾ ആ കാലഘട്ടത്തിൽ, ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് ഈ പറയുന്ന ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആൻഡ് സിഗ്രറ്റ്സ്. one of the civilization which developed in between Euphrates and Tigris rivers in the present Iraq and in between these two rivers. And another civilization was Egyptian civilization. We know that one of the civilization
ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. സ്വാഭാവികമായിട്ടും അത് എവിടെയാണ് നമുക്കറിയാം അല്ലേ, ഈജിപ്തിലാണ്. ഈജിപ്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. ഈജിപ്തിലെ വലിയ ഫറോവമാരുടെ പിരമിഡുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഈ പറയുന്ന ബ്രോൺസ് ഏജിലെ ശേഷിപ്പുകളാണ്, പിരമിഡുകളും മറ്റുമൊക്കെ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് ഫ്ലറിഷ്ഡ് ഇൻ ദി വാലീസ് ഓഫ് ദി റിവർ നെയ്മഡ് നൈൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നൈൽ ഈജിപ്തിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത്. നൈലിൻ്റെ ദാനം അല്ലേ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് റിവർ നൈൽ ആൻഡ് ഈജിപ്റ്റ് ഇസ് ഓൾസോ കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. ഗിഫ്റ്റ് ഓഫ് ദി നൈൽ എന്നറിയപ്പെടുന്നതാണ് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം. ആൻഡ് ദി hieroglyphic script was developed in Egypt at the time of this Egyptian civilization. The world famous pyramids are the most remarkable remains of this Egyptian civilization. Pyramids and the hieroglyphic script are the worthy remarkable remains of this Egyptian civilization, like Mesopotamian civilization. We know that the ziggurats and the script named cuneiform script are the remains of which civilization? Remains of Mesopotamian civilization. On the other hand, the main remains of the Egyptian civilization were the world famous pyramids and the hieroglyphic script. And one of the another civilization was the Chinese civilization. This Chinese civilization is also flourished in a river, in the valley of a river named Huangho. Chinese name Huangho River. ഹുവാങ്ഹോ റിവറിൻ്റെ തീരത്താണ് ഈ പറയുന്ന ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത് അല്ലെങ്കിൽ വളർന്നു വന്നത്. ഇറ്റ്സ് റിമാർക്കബിൾ ദാറ്റ് ദി ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഫോംഡ് ഇൻ ദി ബ്രോൺസ് ഏജ് എക്സിസ്റ്റ് ഈവൻ ടുഡേ വിത്ത് സം ചേഞ്ചസ് അല്ലേ. ഇന്നും ചൈനയിൽ ആ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന സ്ക്രിപ്റ്റിൻ്റെ ചില മോഡിഫിക്കേഷൻ വരുത്തിയ ഒരു രൂപമാണ് ഇന്നും ചൈന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ചൈനയിൽ അറിയപ്പെടുന്ന ലിപി നിലവിലുള്ളത്. Chinese word experts in making bronze sculptures അല്ലേ. ശില്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ ബ്രോൺസ് സ്കൾപ്ചർ ഉണ്ടാക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ബ്രോൺസ് ഏജിലെ ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾ. വളരെ പ്രഗത്ഭരായിരുന്നു അവർ. വളരെ ഈ ശില്പവിദ്യയിലൊക്കെ വളരെ പേരുകേട്ട ആൾക്കാർ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് അനദർ civilization related to our country or related to India was the Harappan civilization and which flourished in the valley of river Indus അല്ലേ. നമ്മുടെ സിന്ധു നദിയുടെ ഇൻഡസ് റിവറിൻ്റെ one of the Himalayan river. We know that the Himalayan rivers അല്ലേ, Indus, Ganga, Brahmaputra, we know that the Himalayan rivers. And the ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദിയായ ഇൻഡസ് റിവറിൻ്റെ സിന്ധു നദിയുടെ തീരത്ത് ഫ്ലറിഷ് ചെയ്തു വന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിലൈസേഷൻ ഓർ ദി ബ്രോൺസ് സിവിലൈസേഷൻ വാസ് ദിസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ആൻഡ് ദി മേജർ സിറ്റീസ് ഓഫ് ദിസ് സിവിലൈസേഷൻ ആർ സിറ്റുവേറ്റഡ് ഇൻ പ്രസൻറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്ത്യയിലും കൂടി ഉള്ള ചില പ്രദേശത്തായിരുന്നു ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. പ്രധാനപ്പെട്ട ഈ പറയുന്ന സിവിലൈസേഷനിലെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ തറോഫെയർസ്, ഡ്രൈനേജ് സിസ്റ്റം, ഗ്രാനറീസ്, ട്രേഡ് സെൻറ്റേഴ്സ്, മൾട്ടി സ്റ്റോർഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺഡ് ബ്രിക്സ് etc. were the most important features of this Harappan civilization, which was എന്താ പറയുക, ഈ മോഡേൺ പീരീഡിലെ നിർമ്മാണങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള നിർമ്മാണങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലെ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത്. ദി ഹാരപ്പൻ പീപ്പിൾ were familiar with the art of writing. The important cities of this Harappan civilization were Mohenjo-daro, Harappa, Kalibangan, Lothal, etc. were the main cities of Indus Valley civilization. In short, all these were the important civilizations or the Bronze Age civilizations as a part of the
ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, ആസ് എ പാർട്ട് ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി അഗ്രികൾച്ചർ, അല്ലേ? കൃഷിയുടെ വ്യാപനത്തോടെ അല്ലെങ്കിൽ കൃഷിയുടെ പുരോഗതിയോടെ ഉണ്ടായ മാറ്റത്തിൻ്റെ തുടർച്ചയായി റിവർ വാലികളിൽ പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അവിടെ ആളുകൾ തിങ്ങിപ്പാർത്ത് ആളുകൾ പല പല മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ട് ഈ ആധുനിക കാലത്തെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അതേ സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഈ റിവർ വാലികളിൽ തടിച്ചുകൂടുകയും റിവർ വാലികളിൽ താമസിക്കുകയും ചെയ്തിരുന്നു, ഒരുപാട് തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ട്. അങ്ങനെയുള്ള സിവിലൈസേഷൻസാണ് നമ്മൾ പറഞ്ഞ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈ ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. ഇതൊക്കെ ഓരോ പ്രത്യേകം. അപ്പോൾ ഫോർ എക്സാമ്പിൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇൻ ബിറ്റ്വീൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്, ആൻഡ് ഈജിപ്ഷ്യൻ civilization, the valley of river Nile, Chinese civilization, the valley of river Shaoenlai, and then the Harappan civilization in the valley of Indus river, അല്ലേ? ഷൗ ഹൗ എന്നാണ് അല്ലേ ഈ ചൈനീസ് റിവറിൻ്റെ പേര്, ഷൗ ഹൗ റിവറിൻ്റെ തീരത്ത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നത്. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്ക് വന്നപ്പോഴുണ്ടായ ആ മനുഷ്യനിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മാറ്റത്തിലൂടെ എന്തൊക്കെ പുരോഗതിയാണ് കൈവരിച്ചത്, ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യൻ കൈവച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യൻ ജോലി ചെയ്തത്, എങ്ങനെയാണ് ഇവിടെ സിറ്റികൾ വളർന്നു വന്നത്, എങ്ങനെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ.